അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കൊലപിടിക്കുന്ന കേട്ടില്ലേ? എന്ന ആൺസിംഹമാണ് ഇന്ന് വൈകിട്ട് തൊടുത്തിരിക്കുകയാണ്. സിംഹത്തെ പാർപ്പിച്ചിരുന്ന 50 ഏക്കർ പരിധിയിൽ തെർമൽ ഇമേജിംഗ് പരിശോധന നടത്തിവരികയായിരുന്നു. പരിക്കേറ്റ പക്ഷികളെ അങ്ങനെയല്ല പറഞ്ഞത്, അതിന്റെ റെക്കോർഡിംഗ് കാര്യങ്ങൾ നമ്മളിലുണ്ടല്ലോ. റിട്ടയർ ആയിട്ട് പോലീസിന്റെ തിരുവനന്തപുരം കോളം തോണ്ടി പോയേനെ കേട്ടോ. എന്താ ഇവരുടെ പ്രകടനത്തിന് പിന്നിലെന്ന് ആലോചിച്ചു. മത്സരിക്കാൻ വരുമ്പോ ഇവര് ആരോ പറഞ്ഞു പറ്റിച്ചു മേയർ ആക്കാമെന്ന്. അങ്ങനെ മേയർ ആവാൻ വേണ്ടി കുപ്പായൊക്കെ തുന്നിച്ച് ചെരുപ്പൊക്കെ വാങ്ങി ഉടുപ്പൊക്കെ വാങ്ങി റെഡി ആയിട്ട് കസേര ഇരിക്കാൻ വേണ്ടി വന്നപ്പോ രാജേഷാണ് പലതും പറയാൻ പറ്റില്ല. എനിക്ക് സംശയം ഇവരെ പറ്റിച്ച ഷാജിക്കറിയാണ്. ഷാജിക്കറിയെ പറഞ്ഞിരുന്നു ശ്രീലേഖ അല്ലാത്ത ഒരു മേയർ സ്ഥാനാർത്ഥിയില്ല. പക്ഷെ കെ സുരേന്ദ്രൻ പറഞ്ഞു പാർട്ടിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളൊക്കെയാണ്, ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി അങ്ങനെ പരിക്കേറ്റ പക്ഷികളെ ഇത്രയും നാളുകളാണോ കൗൺസിലർ കാണാൻ വരുന്ന? സത്യത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മേയർ പദവി പോയ സ്ഥിതിക്ക് ശ്രീലേഖയ്ക്ക് വട്ടിയൂർക്കാവ് മത്സരിക്കണം. എതിരാളി വി കെ പ്രശാന്ത് അതാ നമ്മളൊക്കെ ഇന്നലെ കണ്ടത്. പലരും പറയുന്നേട്ടോ അയ്യോ അനിയനെ പോലെ കണ്ട ശ്രീലേഖനെ വി കെ പ്രശാന്ത് അപമാനിച്ചേന്ന്. നന്നായി വി കെ പ്രശാന്ത് ശ്രീലേഖയ്ക്ക് കൊടുത്തത് കുറഞ്ഞു പോയി എന്ന അഭിപ്രായമാണിത്. രാഷ്ട്രീയമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, MLA കാട്ടി മുകളിലാണോ ഒരുപാട് കൗൺസിലർ? ഞാനിവിടെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. വൈകിട്ട് കൂട്ടിൽ കയറുന്ന സമയമായപ്പോഴാണ് 3 ദിവസം കാട്ടിൽ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കുന്ന കാര്യമുണ്ട്. ഒരു മേയർ BJP മേയർ ക്യാമറകളും സ്ഥാപിച്ച് നടത്തിയ പരിശോധനയിൽ ഷേരുവിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തി. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് സാധാരണ ജീവിതത്തിൽ ഒരിക്കൽ പോലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയും പോലെ അത്രയും കാലം ഉറക്കവും ജീവിതവും കുടുംബവും കുട്ടികളെയും ഒക്കെ കളഞ്ഞ് പാർട്ടി പ്രവർത്തനം ആരാവും ശരിക്കും? അത് ശരിയല്ല. ഒരു രസത്തിനൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പാർലമെന്ററി വ്യാപകമൊന്നുമില്ല, ഇതിനൊന്നും വേണ്ടിയല്ല ഞാൻ പാർട്ടി പ്രവർത്തിക്കുന്നത്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി. പക്ഷെ സത്യം വിഷമം തന്നെയാണ് അതുപോലെ തിരുവനന്തപുരത്തെ BJP പിടിക്കണം. എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടേ ഉള്ളൂ. പ്രകടനത്തിനോ സമരത്തിനോ പോലും 2 കൈവിരൽ എണ്ണാൻ പോലും ആളില്ലാത്ത ചാനലിൽ വന്ന എല്ലാ ദിവസവും തേയില നമ്മളുടെയൊക്കെ ഭാഗമുള്ള പുരുഷം പരിഹാസം. അവിടെ നിന്നും പാർട്ടിയെ അധികാരത്തിലെത്തിച്ചിട്ടുള്ള പ്രധാന പങ്ക് എന്ത് പങ്കാളുള്ളത്? ശ്രീലേഖ എന്ത് ചെയ്തു ഈ പാർട്ടിക്ക്? മേയർ ആവേണ്ടത് പണിയെടുത്ത ആളാണ് VV രാജേഷാണ്. അല്ലാതെ മണ്ണും ചാരി നിന്ന IPS കാരിക്ക് എന്തിനാണ് ഈ മേയർ സ്ഥാനം കൊടുക്കുന്നത്? ഞാൻ ആദ്യം മുതലേ പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാൽ ശ്രീലേഖ മേയർ ആവുന്നതാണ് കോൺഗ്രസ്. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് സാധാരണ പരിശീലനത്തിന് നേരം പോക്കാകും പാർട്ടി ഒരു കോമാളിയായി മാറി. രാജേഷ് മേയറായിരുന്നു തൃശ്ശൂര് സുരേഷ് ഗോപിക്ക് പകരം കെ സുരേന്ദ്രനോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു BJP പാർട്ടിക്കാരായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും
ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. തൃശ്ശൂർ കോർപ്പറേഷൻ പിടിച്ചേനെ ആയതുകൊണ്ട് മതേതര കേരളത്തിൽ നന്നായി. ബിജെപിക്ക് ഗുണമൊന്നും തമിഴ്നാട്ടിലെ ചെങ്കൽപ്പെട്ട് വണ്ടലൂർ മൃഗശാലയിൽ കാണാതായ അത്ര നല്ല ഒന്നല്ല. പക്ഷേ നമുക്ക് പാർട്ടി വളർത്താനും മാന്യമായി പെരുമാറാനും ഒക്കെ അറിയാം. ശ്രീലേഖ ആയിരുന്നെങ്കിൽ നമുക്ക് എന്നും കോമഡി ഷോ കാണാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇത് തന്നെയാണോ? അതോ വേറെ എന്തെങ്കിലുമൊക്കെ അഭിപ്രായമൊക്കെ ഇക്കാര്യത്തിൽ നിങ്ങളുടെ കമന്റ് ഇടണേ. പരിക്കേറ്റ പക്ഷികളെ രക്ഷിക്കാനും ചികിത്സിക്കാനും അനിമൽ വാരിയേഴ്സ് പോലുള്ള സംഘടനകൾ സജീവമായി രംഗത്തുണ്ട്. വനപാലകരെ 3 ദിവസം വട്ടം ചുറ്റിച്ച ശേഷം ഷേരിയാർ എന്ന ഷേരു തിരികെ അമ്മയോടുന്ന സമയമായപ്പോഴാണ് കാട്ടിൽ 50 കിലോമീറ്റർ ചുറ്റളവിലാണ് മൃഗശാലയിൽ സിംഹങ്ങൾ വിഹരിക്കുന്നത്. എല്ലാവരും വെള്ളിയാഴ്ച ഷേരു കൂട്ടിലെത്തിയില്ല. സംഘങ്ങളായി തെർമൽ ഇമേജിംഗ് ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞ് പുതുക്കുന്നതിന് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ചിലപ്പോ ശ്രീലേഖ സൗഹൃദത്തിലൊക്കെ തന്നെയാകും പ്രശാന്തിനെ വിളിച്ച് ഇതൊന്നും ഒഴിഞ്ഞു തന്നേക്കും കേട്ടോ എന്ന് പറഞ്ഞത് പതിവാണെന്ന് അധികൃതർ ശ്രീലേഖയെ വിറ്റ കാശ് പോകിച്ചിട്ട് നടക്കുന്ന ആളാണ് നമ്മുടെ MLA വി.കെ. ആ പറച്ചിലിൽ രാഷ്ട്രീയം മനസ്സിലാക്കാതില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. സംഭവിക്കാൻ പോകുന്നില്ല. കാരണം രണ്ടുപേരും ജനപ്രതിനിധികളാണ്. വിവാദമായപ്പോ ശ്രീലേഖയ്ക്ക് ഭയങ്കര നാണം വന്നു കാണും. യൂട്ടേൺ അടിച്ചു, പണി പാളി എന്ന് തോന്നി കാണും. മാധ്യമങ്ങളെ വിളിച്ചു കൂട്ടി സ്നേഹ നാടകം കളിച്ചു. എന്ന ആൺസിംഹമാണ് ഇന്ന് വൈകിട്ടോടെ തിരികെ എന്നാൽ മേയർ വി.വി. രാജേഷ് ശ്രീലേഖയ്ക്ക് നടത്തി വരികയാണ്. പ്രതികരിക്കുന്നതാണ്. എന്തായാലും ശ്രീലേഖ ഇങ്ങനെ കോമാളിയായി നിൽക്കുന്നത് കൊണ്ട് രാജേഷിനെ ഇമേജ് സംരക്ഷിക്കാൻ ആളായി നിങ്ങൾ വരുമ്പോഴല്ലേ ഒരാൾ നല്ലത് ഒരാൾ ചീത്താന്ന് പറയാൻ പറ്റും. വി.കെ. പ്രശാന്ത് MLA ഹിന്ദു രാഷ്ട്രീയക്കാരൻ. അദ്ദേഹത്തിന്റെ ഭരണകാലം തിരുവനന്തപുരം നഗരത്തിൽ സുവർണ കാലഘട്ടമാണ്. ആ സുവർണ ഭരണ നേട്ടം കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ മേയർ ആവാൻ മാത്രം. എന്നാൽ ആര്യയ്ക്ക് പ്രശാന്തിന്റെ മികച്ച ഭരണം തുടരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അടുത്ത തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരുന്ന് ആര്യയ്ക്ക് നിരന്തര പോരാട്ടം നടത്തിയ BJP തിരുവനന്തപുരം പോയി സംഘങ്ങളായി തെർമൽ ഇമേജിംഗ് ഡ്രോണും ക്യാമറകളും സ്ഥാപിച്ച് നടത്തിയ പരിശോധനയിൽ ഷേരുവിന്റെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് കോർപ്പറേഷൻ പ്രശാന്തിനെ സാധാരണ പരിശീലനത്തിലിരിക്കെ ഇത്തരത്തിൽ 2 ദിവസമൊക്കെ സിംഹം പട്ടിഷോയുടെ കാര്യമില്ല. അധികൃതർ പറയുന്നു. ഈ നാടകം പൂർണ്ണ ആരോഗ്യവാനാണ്. പ്രശാന്ത് കടുത്ത രീതിയിൽ പ്രതികരിച്ചു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. പല സ്ഥലത്ത് ഞാൻ കമന്റുകൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അദ്ദേഹത്തെ രാഷ്ട്രീയം പഠിപ്പിക്കാനുള്ള വിവരം ഇപ്പൊ ആർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് അറിയാം BJP എങ്ങനെ നേരിടും. വി.കെ. പ്രശാന്ത് രാഷ്ട്രീയമായി തന്നെയാണ് ശ്രീലേഖയെ നേരിടുന്നത്. അത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ ചേട്ടൻ അനിയൻ അമ്മായി അമ്മാവൻ അച്ഛൻ ഇങ്ങനെയൊന്നല്ല. വി.കെ. പ്രശാന്ത് തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകൾ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് തിരുവനന്തപുരത്ത് നടക്കുന്നത് മേയറാവാൻ ആഗ്രഹിച്ച് പ്രതിപക്ഷ നേതാവ് പോലും മേയർ കസേര കൊതിച്ച് നടന്ന് കിളി പോയ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആരാണ് ഈ മേയർമാർ ആരെയാണ് 5 സംഘങ്ങളായി തെർമൽ ഇമേജിംഗ് ഡ്രോണും ക്യാമറകളും സ്ഥാപിച്ച് നടത്തിയ പരിശോധനയിൽ ഷേരുവിന്റെ കാൽപ്പാടുകൾ കഴിഞ്ഞ വർഷം ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഷേരുവിനെ. നടൻ ശിവകാർത്തികേയൻ ദത്തെടുത്ത സിംഹമാണ്. സാധാരണ പരിശീലനത്തിലിരിക്കെ ഇത്തരത്തിൽ 2 ദിവസമൊക്കെ വരാത്തത് പതിവാണെന്ന് അധികൃതർ പറയുന്നു. സിംഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഭക്ഷണം കഴിക്കുന്നതെന്നും ഇവർ
കൂടി സംഘടനകളും കഴിഞ്ഞ് ഈ ഈ ദൗത്യം മേയർ അത്ര നോക്കിയിട്ട് എളുപ്പമല്ല. പിടിച്ചാ കിട്ടൂല. എനിക്ക് ഇപ്പോഴത്തെ ലോകത്തെവിടെയായാലും പോക്ക് ഏത് കണ്ടിട്ട് സമയത്തും ലോകത്ത് 24 വാർത്തകളും ജനങ്ങൾ ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യത്തെ വനിതാ അനിമൽ വാരിയേഴ്സ് പോലുള്ള ഒരു കാലത്ത് സംഘടനകൾ സജീവമായ അഭിമാനിച്ചിരുന്നു. രംഗത്തുണ്ടെങ്കിലും ഈ ഇതൊരു ദൗത്യം കോമാളിയായത് ചെങ്കൽപ്പെട്ട് വണ്ടല്ലൂർ മൃഗശാലയിൽ പരിക്കേറ്റ കാണാതായ പക്ഷികളെ രക്ഷിക്കാനും ചികിത്സിക്കാനും അനിമൽ കഴിഞ്ഞ വാരിയേഴ്സ് വെള്ളിയാഴ്ച പോലുള്ള കാണാതായ സംഘടനകൾ ഷെറിയാർ എന്ന സജീവമായി ആൺസിംഹമാണ് രംഗത്തുണ്ടെങ്കിലും ഇന്ന് ഈ വൈകിട്ടോടെ ദൗത്യം തിരികെ ഇത്ര എത്തിയത്. എളുപ്പമല്ല. സിംഹത്തെ പാർപ്പിച്ചിരുന്ന പരിക്കേറ്റ 50 ഏക്കർ പക്ഷികളെ അവരുടെ കിളി രക്ഷിക്കാനും പാറിയെന്ന് ചികിത്സിക്കാനും ആദ്യം ഡ്രോണും മനസ്സിലായി. അനിമൽ ക്യാമറകളും വാരിയേഴ്സ് സ്ഥാപിച്ച് പോലുള്ള പരിശോധന സംഘടനകൾ നടത്തി. സജീവമായി രംഗത്തുണ്ടെങ്കിലും ഈ ദൗത്യം അത്ര